ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ്. അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ്. കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ. നമുക്ക് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ല. നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും, കുടിലും കിട്ടും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ആശാനെ, പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത്? കല്ല്, കത്തി, കമ്പി, ചുറ്റിക, ഇഷ്ടിക, കോരിക, പല്ല്, പുല്ല്, എല്ല്. എന്തിന്? ഒരു കഷ്ണം നൂല്, ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ്. എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇതെന്താണ്? ബ്ലേഡ്. ക്ഷൗരം നടത്തിയിട്ട് വേണോ ഈ പണിക്കിറങ്ങാൻ? താടി മുഖേന പിടികൊടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ്. ഇത് വലിയൊരു ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇതിലൊരു നിസാര വസ്തുവായി കാണരുത്. ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്ത് കീറാൻ ഇവനൊരു കഷ്ണം മതി. ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം. കണ്ടോ? ഒരേ ഒരു തലോടൽ, സംഗതി ക്ലീൻ. നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ്. ഏകാഗ്രത കൈവെടിയരുത്. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്. ശക്തിയല്ല, ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില. മോഷ്ടിക്കപ്പെടേണ്ട ആളെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം. ആകാശം നോക്കി നടക്കുന്നവൻ, ഭൂമി നോക്കി നടക്കുന്നവൻ, പകൽക്കിനാവ് കാണുന്നവൻ, പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കുന്നവൻ, ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അവർ കാശ് കൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം. അതെങ്ങനെ നമ്മൾ അറിയും? അത് നമ്മൾ ആളുകളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എവിടുന്നാണ് വരുന്നത് കഴുത ബുദ്ധിയില്ലാതെ? സൈലൻസ് പ്ലീസ്. മോഷ്ടാക്കൾക്ക് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. നമ്മുടെ ജന്മശത്രുക്കൾ പോലീസാണ്. അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക. മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായിക്കകത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തുപ്പുക. അവന്റെ മൂക്കും കണ്ണും ഒക്കെ കീറി അതോടെ അവൻ ഔട്ട്. അപ്പോ ഒറ്റ തുപ്പിന് ഈ ബ്ലേഡ് കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിലും ഒഴുകിക്കളയ, അതോടെ നീ ഔട്ട്. സ്റ്റോക്ക് തീർന്നു. ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ബാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളേ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. ഓ, എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നോ ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരടാ തുരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാ രാധികയെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊടു. 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ, ആശാനെ തരം കേട്ട്, തരം കേട്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ ഫീറ്റ്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ കഴിച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ.
അച്ചോളി ഉദയനന്റെ പരമ്പരയിൽപ്പെട്ട സാക്ഷാൽ പടനായകനായ എന്റെ മകളെ ഒരു പരട്ട ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാനോ? എന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഇത് എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഏഭ്യ? ഓ, ഇത് ഞാൻ പറഞ്ഞതാ വലിയ തെറ്റായി പോയത്. അതിലും വലിയ ധൈര്യം ഇവിടുത്തെ മോള് കാണിക്കുന്നുണ്ടേ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനെന്നും പറഞ്ഞ് പട്ടണത്തിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയാമോ മുതലാളി? ചെറുക്കന് രാത്രിയിലല്ലേ പണിയുള്ളൂ, പകലവൻ ഫ്രീ അല്ലേ? നമസ്കാരം സാർ. മിസ്റ്റർ തുരപ്പൻ, ഐ എം സർക്കിൾ ഇൻസ്പെക്ടർ ഡിസൂസ, വിൻസെന്റ് ഡിസൂസ. ഗുഡ് മോർണിംഗ്. അതിന്റെ ആവശ്യമില്ല. നിന്റെ ഗുഡ് മോർണിംഗ് വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്നറിയാമോ? സാർ പറഞ്ഞല്ലോ വിൻസെന്റ് ഡിസൂസ. ഡിസൂസ സാർ. അതല്ല എന്റെ ജോലി. സർക്കിൾ ഇൻസ്പെക്ടർ. സോ അതല്ല. പിന്നെന്താണ് സാർ? മൈ മിഷൻ, എന്റെ ദൗത്യം. ഈയിടെയായി പരോളിൽ പോകുന്ന പ്രതികളിൽ 50% മടങ്ങി വരാറില്ല. തന്റെ കൂട്ടുകാരൻ പാതിരാ തങ്കപ്പൻ ഉൾപ്പെടെ തന്നെ പോലെ പരോളിൽ പോയിട്ട് മുങ്ങുന്ന കള്ളന്മാരെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ വീണ്ടും ജയിലറയ്ക്കുള്ളിൽ തള്ളാൻ വേണ്ടി സർക്കാർ പ്രത്യേകമായി നിയമിച്ചിരിക്കുകയാണ് എന്നെ. അയ്യോ സാർ, ഞാനങ്ങനെ മുങ്ങിയൊന്നുമില്ല. കൃത്യമായിട്ടും ഒരാഴ്ച കഴിയുമ്പോ ഞാൻ തിരിച്ചെത്തും. ആ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. നിന്നെ കണ്ടാൽ അറിയാം. പക്ഷെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും. ഓക്കെ, സീ യു. വിൻസെന്റ് ഡിസൂസ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. വഞ്ചന കാണിച്ചാൽ അനുഭവം ഇതിലും ക്രൂരമായിരിക്കും. പൊക്കോ. താൻ എന്തിനാണോ അവനെ വെറുതെ വാരിയിട്ട് അലക്കിയത്? അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ അവന്മാരെയൊക്കെ കൈ കിട്ടണ്ടേ? ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരെണ്ണം കൊടുത്തു എന്ന് മാത്രം. ഈ ശിക്ഷയുടെ വേദന ഓർത്താൽ പിന്നെ അവനിനി തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല. അതാണ് എന്റെ രീതി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നന്ദേട്ടാ, കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ ലാത്തി ചാർജ് ചെയ്ത ഒരു പോലീസ് ഇൻസ്പെക്ടറോടുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഒരു പോലീസ് ഓഫീസറായത്. അതുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ. സോറി. ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിയുടെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പിമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. ആ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാ ഞാൻ ജോലി എടുത്തു തരും. ജ്വാലിയ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റാണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? വിഭക്തി. ഞാനൊരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിലിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവുകയാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞതല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനങ്ങനെ വിചാരിച്ചോടോ? ആ, സത്യം. അത് തന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. ആ, നിന്റെ പരോൾ എന്നാ കഴിയുന്നത്? തിങ്കളാഴ്ച. തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ആ, ഈ വണ്ടി എങ്ങനെയുണ്ട്?
കൊള്ളാം, അടിച്ചു മാറ്റണ. എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസ് ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷവാശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ആ, ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്.